2016 ഞാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. ഏറ്റുമാനൂർ സ്റ്റേഷനിലെ അതിർത്തിയിലുള്ള പാറോലിക്കൽ എന്ന സ്ഥലത്ത് ഒരു ജയം സ്റ്റോൺ വർക്ക്സ് എന്നൊരു ഗ്രാനൈറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. 101 കവലയെന്ന് പാറോലിക്കൽ ജംഗ്ഷൻ പറയും. ഒരു രാജേന്ദ്ര രാജ് എന്ന് പറഞ്ഞൊരു നാഗർകോവിൽകാരൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമായിരുന്നത്. ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഈ ജയം സ്റ്റോൺ വർക്ക്സിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ടൊരു വിവരം പോലീസിന് കിട്ടി. അവിടെ ആ മുറിയിൽ 2 ഒഡീഷക്കാരും ഒരു തമിഴ്നാട്ടുകാരാണ് താമസിച്ചിരുന്നത്. ഈ തമിഴ്നാട്ടുകാരൻ സതീഷ് ഇതിൻ്റെ ഉടമ രാജേന്ദ്ര രാജിൻ്റെ ഒരു ബന്ധുവായിരുന്നു. ഈ ഞായറാഴ്ച അയാൾ സ്ഥലത്തില്ല, അയാൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ. ഈ ഒഡീഷക്കാരനായ ചന്ദ്രമണി ദുർഗയും അതുപോലെ രവി നായക്കും. ഇവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. ഇവരിവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട്. അവർ ഇണപരിയാത്ത സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞവരായിരുന്നു. എന്നാൽ മദ്യപിച്ച് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇവർക്ക്. പ്രത്യേകിച്ച് ഒരു ദിവസം ഈ ചന്ദ്രമണി ദുർഗ ഈ രവി നായക്കിൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കലഹമുണ്ടായി. പക്ഷേ അതങ്ങ് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ച്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർ തമ്മിൽ. എങ്കിലും അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നാണ് വെപ്പ്. അപ്പോൾ രാവിലെ, ഈ ഞായറാഴ്ച രാവിലെ ഇവരുടെ ഒരു പാല് കൊണ്ടുവരുന്നൊരു പയ്യൻ ഈ ജയൻ സ്റ്റോൺ വർക്ക്സിൻ്റെ മുകളിലത്തെ നിലയിൽ ചെന്ന് മുട്ടി വിളിച്ചപ്പം ഈ ചന്ദ്രമണി ദുർഗ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അയാളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. പൊതിഞ്ഞ നിലയിൽ നിലത്തിങ്ങനെ കിടക്കുക. കഴുത്തിൽ എന്നിട്ട് ഒരു ലുങ്കി കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ടുമുണ്ട്. പിന്നെ അവിടെ ചില രക്തം പൊടിഞ്ഞ പാടുകളുമുണ്ട്. ഈ പയ്യൻ അവനെ ഓടിച്ചെന്ന് താഴെ ചെന്നിട്ട് പാപ്പൻ്റെ അതിൻ്റെ അടുത്ത് 2 കടക്കാരെ വിളിച്ച് വിവരം പറഞ്ഞ് അവരും വന്ന് നോക്കി. അവർ നോക്കിയപ്പം അവരും ഈ മുകളിലത്തെ നില വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവരെ രണ്ടുപേരെയും ആ നാട്ടുകാർക്ക് പലരെയും അറിയാം. ഈ ചന്ദ്രമണിയെ അറിയാം, രവി നായിക്കിനെ അറിയാം. അപ്പം അയാൾ ചന്ദ്രമണി അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് അവിടെ നാട്ടിലങ്ങ് പാട്ടായി. കാര്യം താഴെ ഇവർ കാപ്പ് കുടിക്കാൻ ചെന്ന കടയുണ്ട്, അവിടെ രാവിലെ വരാത്ത കാരണം അവർ സംശയിച്ചിരുന്നു. ഇങ്ങനെ പല കഥകളെന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ഈ പറഞ്ഞ രവി നായിക്കിനെ പരിപാലനത്തിനായിട്ട് അതിൻ്റെ അടുത്ത് ഒരു ATM അവിടെ ATMിൽ ചെന്ന് പൈസ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് കണ്ടു. പൈസ എടുക്കാൻ പറ്റാതെ അയാൾ നേരെ മുമ്പോട്ട് പോയി. അയാൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ച് കാണുന്നു. പിന്നെ ചിലർ പറയുന്നു അയാൾ അവിടെ അടുത്തൊരു ആശുപത്രിയുണ്ട്, അയാളുടെ കൈ അവിടെ ചെന്ന് ഡ്രസ്സ് ചെയ്യാവുന്ന ഭാഗത്തിൽ അവിടെ നിൽക്കുന്നത് കണ്ടു. അവിടെ ക്യാൻറ്റീനിൽ കാപ്പ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഈ വിവരങ്ങൾ പെട്ടെന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോലീസും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. CJ മാർട്ടിനായിരുന്നു അന്ന് ഏറ്റുമാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ. അനൂപ് ജോസ് ആണ് SHO. ഗിരീഷ് P സാരഥി കോട്ടയം DSP. മാർട്ടിനപ്പം തന്നെ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. ഞാനൊരു 7:30 പറഞ്ഞു. ഞാനൊരു 8:15 സ്ഥലത്ത് വന്നു. 8:15 സ്ഥലത്ത് വന്നിട്ട് കാര്യം ഇതൊരു മർഡർ ഫോർ ഗെയിൻ അല്ല എന്ന് മനസ്സിലായി. കാര്യം ഇത് സംഭവത്തോടനുബന്ധിച്ച് മറ്റേ ഇതിൻ്റെ കൂടെ താമസിക്കുന്ന അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുന്ന് വേറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നില്ല. മർഡർ ഫോർ ഗെയിൻ അല്ല എന്ന് മനസ്സിലായെങ്കിൽ ഇറ്റ്സ് എ മർഡർ. അപ്പം എന്നാൽ തന്നെ സ്ഥലം കൃത്യമായിട്ട് അതിൻ്റെ സീൻ ഓഫ് ക്രൈം ഗാർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു പ്രത്യേകത അറിഞ്ഞത്, ഈ രവി നായിക്കിൻ്റെ ഒരു പടങ്ങളോ യാതൊരു ഡീറ്റെയിൽസോ ആ ഓഫീസിലില്ല. ചന്ദ്രമണിയുടെ ഫോൺ പരിശോധിച്ചു, അതിൻ്റെ അകത്തില്ല, അവിടെ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കോൺട്രാക്ടറെ വിളിച്ചു. ഒരു മാത്യു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുണ്ട്.
അയാളെ വിളിച്ച് വെച്ചപ്പോൾ ഇവരുടെ വല്ലതും നിങ്ങളുടെ ഫോട്ടോയും അവരുടെ എവിടുത്തുകാരാണ്, ഒഡീഷക്കാരാണെന്ന് പറയും. ഇവർ എവിടുത്തുകാരനാണ് ഇയാൾ. അതിനെപ്പറ്റി യാതൊരു രേഖകളും അയാളുടെ കയ്യിലില്ല. ഉടമസ്ഥൻ സ്റ്റോൺ വർക്സിൻ്റെ ഉടമസ്ഥൻ രാജേന്ദ്ര രാജും ഇങ്ങനെ വാവളിച്ച് അയക്കൊന്നും അറിയില്ല. ഇത് നമ്മൾ ഭയങ്കരമായിട്ടൊരു പ്രശ്നമായിട്ട് മാറി. കാര്യം പെട്ടെന്നാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. ഇയാളെ കണ്ടവരുണ്ട്, ഇയാളെ അറിയാം, പക്ഷേ ഇയാളെ തിരിച്ചറിയാനായിട്ട് ഇയാളെ പരിചയമില്ലാത്തവരെങ്ങനെ മനസ്സിലാക്കും? ഇയാൾ അങ്ങോട്ട് പോയി, ഇയാൾ മുമ്പോട്ട് നീങ്ങുന്നു, അയാൾ ഇന്ന സ്ഥലത്ത് കണ്ടു, എ ടി എം എടുക്കാനായിട്ട് പോകുന്നു, അതുപോലെ തന്നെ അവിടെ കാരിത്താസിൻ്റെ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ വെച്ച് കണ്ടു, അത്രയുള്ള വിവരമുണ്ട്. ഏതായാലും ഒരു കാര്യം ചെയ്തു, ഒരു കാര്യം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത്. കാര്യം അലർട്ട് ചെയ്യുക. കാര്യം ഒഡീഷ അങ്ങനെ തന്നെ നമ്മൊരു രസകരമായിട്ട് തോന്നും. ഒഡീഷക്കാരനായിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രത്യേക ഒരു രീതിയിൽ പെരുമാറുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ തടഞ്ഞു വെക്കുക എന്നൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവരുടെ ഒരു ഫോട്ടോ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് യാതൊരു ഇയാളെ എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നറിയാൻ മേല. പെട്ടെന്നൊരു കാര്യം ചെയ്യാനായിട്ട് ഞാനിപ്പം ഗിരീഷ് സാരഥിയോട് പറഞ്ഞു, 3-4 ടീമുകൾ പെട്ടെന്ന് ഉണ്ടാക്കണം. ആ ടീമിൽ എല്ലാ ടീമിലും അത് മാർട്ടിൻ്റെ ഒരു ടീം വേണം, അനൂപിൻ്റെ ടീം വേണം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും ഓഫീസേഴ്സിൻ്റെ 2 പേരെടുത്ത് ആ ടീമുകൾക്കകത്തെല്ലാം തന്നെ ഇയാളെ തിരിച്ചറിയാവുന്ന ഒരാളെയും കൂടെ വെക്കണം. അല്ല മാർഗ്ഗമില്ല. രവി നായകിനെ കണ്ടാൽ തിരിച്ചറിയുന്ന അടുത്തുള്ള ആൾക്കാരും കൂടെ അവരെ ഉൾപ്പെടുത്തിയുള്ള ടീമായിരിക്കണം. അതുകൂടാതെ തന്നെ കോട്ടയം ഹൈടെക്സിൽ അപ്പം തന്നെ ഞാനിന്ന് എസ് പി ആയതുകൊണ്ടൊരു ഗുണവും എസ് പി ആയിരുന്നു എന്നുള്ളൊരു ഗുണം. രണ്ടാമത്തെ കാര്യം ഞായറാഴ്ചയാണ്, അന്ന് പ്രത്യേകിച്ച് വലിയൊരു ജോലികളില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാനിത് ഈ സംഭവം മോണിറ്റർ ചെയ്യുന്ന അങ്ങ് ടേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അന്ന് ഹൈടെക്സിൽ നമ്മുടെ സൈബർ സെല്ലിനോട് പറഞ്ഞിട്ട് സർവീസ് പ്രൊവൈഡറെ കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റായിട്ട് ഇയാളുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു. രവി നായിക്കിൻ്റെ ഭാഗ്യത്തിന് രവി നായിക്കിൻ്റെ ഫോൺ അയാൾ ഓഫ് ചെയ്തിട്ടില്ല. അയാൾ ഇതിൻ്റെ ടെക്നോളജിയെ പറ്റി അജ്ഞനായിരുന്നു എന്നുള്ള ഒരു ഒറ്റ കച്ചിത്തുടുമ്പേ നമുക്കുള്ളൂ. അയാൾ ഫോൺ ഓഫ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ഫോൺ ഓഫ് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ സർവീസ് പ്രൊവൈഡറെ കണ്ട് അന്ന് മനോജ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോട്ടയം ഹൈടെക്സിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പെട്ടെന്ന് സർവീസ് പ്രൊവൈഡറുമായിട്ട് സൺഡേ ആണെങ്കിൽ പോലും കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നടത്തി. പെട്ടെന്ന് ഏർപ്പാട് ചെയ്തു. മിനിറ്റുകൾക്കകം അരമണിക്കൂറിനോ സംഭവം എല്ലാം ചാലുവായി. ഈ 4 ഇൻവെസ്റ്റിഗേഷൻ ടീമുകളും ഈ മറ്റേ സൈബർ ടീമും കൂടെ ഒരുമിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സിങ്ക് ചെയ്ത് ഒരുപോലെ പോയാൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോകണം. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. അതിനുള്ള ഡയറക്റ്റായിട്ടുള്ളൊരു സൂപ്പർവിഷൻ DYSP കൊടുക്കും. ഞാൻ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ DYSP ഒരു സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ താഴെയുള്ള CAമാർക്ക് കറച്ചു കൊടുക്കാനും മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് അന്ന് വേറെ വലിയ ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആ DYSP ചെയ്യേണ്ട ഒരു കാര്യമാണ്. DSP ലെവലിൽ ചെയ്യണം, ടീമുകൾ ഉണ്ടാക്കുക. അപ്പം നമ്മളൊരു മാൻ ഹണ്ട് തുടങ്ങുകയാണ്. ഈ മാൻ ഹണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിദ്വാനെ കണ്ടുപിടിക്കണം. കാര്യം ഇയാളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഇയാളെ മിനിറ്റുകൾക്കല്ലെങ്കിൽ മണിക്കൂറുകളിനുള്ളിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഇയാളെ ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകുന്നതിന് മുമ്പ് അയാളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അയാൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അയാളെപ്പറ്റി നമ്മൾ എങ്ങനെ കിട്ടും? അയാൾ എന്ത് പറഞ്ഞ് കണ്ടുപിടിക്കും? എവിടെ അലേർട്ട് ചെയ്യും? ഒന്നുമില്ല, ഫോട്ടോ ഇല്ല. നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമോ? വാട്സപ്പിൽ ഒരു ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. ഈ ടീമുകളുടെ കൂടെ സഞ്ചരിക്കുന്ന ഇയാളെ അറിയാവുന്നവർക്കാണ് ഏറ്റവും വലിയ ദൗത്യം. അവർ ഇയാളെ കാണുമ്പോൾ തന്നെ ഇയാളാണെന്ന് പറഞ്ഞ് പോലീസുകാരെ ധരിപ്പിച്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനം ചെയ്യേണ്ട ചുമതല അവർക്കുണ്ട്. ഏതായാലും എറണാകുളം നോർത്തേൺ ഡയറക്ഷനിലേക്ക് ഫോൺ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രവി നായിക്ക് ഫോൺ ഓഫ് ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ചെയ്യുന്നില്ല. ഫോൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ടീം എറണാകുളത്തേക്ക് പോകാൻ പറഞ്ഞു. ഒരു ടീം, ആ ടീമിലൊരു ASIയും 3-4 പോലീസുകാരും വണ്ടിയായിട്ട് നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അവർ എറണാകുളത്തേക്ക് പോയി. അവർ പെട്ടെന്ന് പോയി, എറണാകുളത്തേക്ക് പോയി. മറ്റൊരു ടീം ഇതിൻ്റെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുറകെ. അപ്പോൾ ഇവരപ്പം തന്നെ നമ്മുടെ സൈബർ ടീം ഇങ്ങനെ 4 ടീമുകൾക്കും ഇവരുടെ മൂവ്മെൻറ്റ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. സെക്കൻഡ് ടീം ഇതിനെ ചേസ് ചെയ്യുക, ഇതിനെ ഫോളോ ചെയ്യുക. ഈ ഫോണിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നത് മൂവാറ്റുപുഴ ആകുന്നു. മൂവാറ്റുപുഴ എന്ന ഫോൺ പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെരുമ്പോർ ഭാഗത്തേക്ക്. അപ്പം അയാളുടെ ലക്ഷ്യം നായിക്കിൻ്റെ ലക്ഷ്യം എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അല്ലെന്ന് മനസ്സിലായി. നായിക്ക് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്, വടക്കോട്ട് പോവുകയാണ്. വേറൊരു ഇൻഫർമേഷൻ അതിൻ്റെ ഇടയ്ക്ക് കിട്ടി. ഈ രവി നായിക്ക് ഇതിന് മുമ്പ് തൃശ്ശൂർ ജോലി ചെയ്തിരുന്നു.
തൃശ്ശൂർ അയാൾ ഈ രവി നായിക്ക് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ചന്ദ്രമണി ദുർഗയായിട്ട് അയാൾക്ക് പരിചയമുണ്ടായിരുന്നു. അയാൾ തൃശ്ശൂരേക്കാണ് അയാൾ പോകുന്നത്. തൃശ്ശൂരേക്കാണ് പോകുന്നത് മനസ്സിലായി. ചിലപ്പോൾ 2 ഓപ്ഷനുണ്ട്. തൃശ്ശൂരായി ചിലപ്പോൾ അയാളുടെ കൂട്ടുകാരെ ഏതെങ്കിലും വീട്ടിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഏതായാലും ഫോളോ അപ്പ് ചെയ്ത് അപ്പം തന്നെ വരുന്ന ഇത്. അപ്പം ഈ സമയത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ടീമിനോട് നിങ്ങൾ അത് വിട്ട് നേരെ തൃശ്ശൂർ ഡയറക്ഷൻ, അപ്പോൾ 4 ടീമും തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് അരിച്ച് പെറുക്കി തപ്പാന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഫോണിൻ്റെ പ്രസൻസ് കാണിക്കുന്നില്ല. ഫോൺ വീണ്ടും ഗുരുവായൂർ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഗുരുവായൂരേക്ക് നീങ്ങി ഗുരുവായൂർ ചെന്ന് 4 മണിക്ക് ഗുരുവായൂർ ഈ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ തുടങ്ങി. അത് ഗുരുവായൂർ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊന്നും നമുക്കൊന്നും കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല. പെട്ടെന്നാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഗുരുവായൂർ ACP ജയചന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞ അങ്ങേര് പാല CA ആയിട്ടുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. പാല CA ആയിരുന്നു അങ്ങേര്. അങ്ങനെ എനിക്ക് കുറച്ച് നല്ല പരിചയമുള്ളൊരു മനുഷ്യനാണ്, ഒരു ഓഫീസറാണ്, നല്ല പരിചയമുള്ള ഓഫീസറാണ്. അപ്പോൾ ഇങ്ങേര് ഞാൻ ജയേന്ദ്രനെ വിളിച്ച് പറഞ്ഞു, ജയേന്ദ്ര ഇങ്ങനൊരു വിഷയമുണ്ട്, ഇവിടെ 4 ടീമുകൾ ഇപ്പോൾ അവിടെ വരും, തൃശ്ശൂരേക്ക് ഭാഗമായിട്ട് വരും. പക്ഷേ ആ 4 ടീമുകളുടെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയുള്ള എല്ലാ ലോഡ്ജുകൾ, അമ്പലത്തിൻ്റെ പരിസരം, അതുപോലെ തന്നെ ഒഴിഞ്ഞ മറ്റേ സത്രം പോലത്തെ സ്ഥലങ്ങൾ, പിന്നെ ചില ആനക്കൊട്ടിൽ പോലെ സ്ഥലങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി 3-4 പോലീസുകാരെ വിടുകയായിരുന്നു. ഉത്തമം വന്നു. അയാൾ 3-4 പറഞ്ഞ് 5-6 പോലീസുകാർ, നല്ല മിടുക്കന്മാർ 5-6 പോലീസുകാരെ നമ്മുടെ കോട്ടയം ടീമിനെ സഹായിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. വളരെ ഗുണം ചെയ്തുകൊണ്ട് എല്ലാ ഹോട്ടലുകളും, എല്ലാ റെസ്റ്റോറൻറ്റുകളും, എല്ലാ അമ്പലപ്പന്തികളും, അതുപോലെ അമ്പലത്തിന് അപ്പുറത്തുള്ള ആനക്കൊട്ടിലുകളും മറ്റെല്ലാം പരിശോധിച്ച് അപ്പം അതിൻ്റെ എല്ലാം അടുത്തൊക്കെ വന്നിട്ട് നീങ്ങി പോവുക. ഒരു സ്ഥലത്തും ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഹോട്ടലിലും തങ്ങുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഗുരുവായൂർ തന്നെ ഈ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995442222. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയേന്ദ്രൻ പറഞ്ഞ് 10 മണിക്ക് തൃശ്ശൂർ ചെന്നൈ ഒരു എക്സ്പ്രസ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് തൃശ്ശൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ അയാൾ എന്തിനാണ് വന്ന് കയറിപ്പോകുന്നു? ഇയാൾക്ക് കോട്ടയത്ത് നിന്ന് കയറി പോകാമായിരുന്നു ട്രെയിനിൽ. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ വേണമെങ്കിൽ എറണാകുളത്ത് നിന്ന് പോകുമായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് പോകുമായിരുന്നു. ഇതൊന്നും പോകാതെ ഇതിലെന്തിനും ഇവിടെ വന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ ടീമുകളെല്ലാം അവിടെ വന്നു കഴിയുമ്പോൾ ഞാനിപ്പോൾ എല്ലാ ടീം ലീഡേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൂടെയുള്ള ഇയാളെ അറിയാവുന്നവരെ ഒന്നും കൂടെ കറക്റ്റായിട്ട് അവരെ ബ്രീഫ് ചെയ്യുക. ചിലപ്പോൾ ഇവർ ഭയന്ന് ഈ കൂടെ വന്നിരിക്കുന്നവർ ഇയാളെ മുമ്പിൽ കണ്ടാൽ പോലും പറയുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അയാളെ കണ്ട അപ്പം തന്നെ അറിയിക്കണം. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഈ കൊലപാതകി അറിയാതെ തന്നെ രഹസ്യമായിട്ട് തൂണ്ടും എങ്ങനെ ചെയ്ത് അയാളെ കാണിച്ച് ഇന്നയാളെന്ന് ഉറപ്പ് വരുത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ അലേർട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. 9 മണിക്ക് ഒരു ടീം നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി തമ്പടിക്കാൻ പറഞ്ഞു. വേറൊരു ടീം ബസ് സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള 2 ടീം ടൗണിലും ലോയിറ്റർ ചെയ്യാൻ പറഞ്ഞു, ടൗണിനെ പെട്രോൾ ചെയ്യുക. ഈ 9 മണിയായപ്പം 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സംശയം, ഇനി അയാൾ അവിടെ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ പറഞ്ഞു ഒരു ടീം കൊണ്ടും മതിയാവും. അപ്പം അഡീഷണലായിട്ട് ഒരു ടീമും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് നല്ലതല്ലേ എന്ന് തോന്നി. ഏതായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ടീമിനെയും കൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു. ഇപ്പോൾ 2 ടീം റെയിൽവേ സ്റ്റേഷൻ. 9-9:30 മണിയാകുമ്പം ഇതിലെ ഒരു ടീമിലെ സ്പോട്ടർ പെട്ടെന്ന് കാണിച്ചു, ധ്യാണ്ട പോകുന്നു, രവി നായിക്ക് പോകുന്നു പറഞ്ഞു. രവി നായിക്ക് പോകുന്നു പറയുകയും അത് കുറച്ചൊരു 500 മീറ്റർ ദൂരെ, പക്ഷെ അവൻ കണ്ടുപിടിച്ചു രവി നായിക്കാണെന്ന്. പതുക്കെ പോലീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി. പോലീസ് പുറകെ ഓടി ഇവനെ പിടിച്ച് കീഴ്പ്പെടുത്തി. ആദ്യം വളരെ കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ച് ഒക്കെ നിന്നെങ്കിലും അവസാനം അവനെ അറസ്റ്റ് ചെയ്തു. അവൻ അറസ്റ്റ് ചെയ്തപ്പം ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, നീ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത്? നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നാട്ടിൽ പോകണം. അത് നിനക്ക് കോട്ടയത്ത്, ഞാൻ എല്ലാ പ്രാവശ്യവും ഗുരുവായൂരിൽ നിന്നാണ് പോകുന്നത്. ഗുരുവായൂരിൽ നിന്ന് പോയാൽ ടിക്കറ്റ് കിട്ടുക എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. അതൊരു മഹാഭാഗ്യമായിട്ട് കലാശിച്ചു. കാര്യം
അവൻ തൃശ്ശൂരുള്ളപ്പോഴും ഗുരുവായൂരിന്ന് പോകുന്നു, അവന് എറണാകുളത്ത് ജോലിയപ്പോഴും ഗുരുവായൂരിന്ന് പോകുന്നു. അതിൻ്റെ ടിക്കറ്റ് അവിടെ നിന്നാണ് ഈസിയായിട്ട് കിട്ടുന്നതാണ് അവൻ അവകാശപ്പെടുന്നത്. ഇപ്രാവശ്യം അവൻ അറിയാതെ ഗുരുവായൂരേക്ക് തന്നെ അങ്ങ് പോയി. അതുകൊണ്ട് പോലീസ് രക്ഷപ്പെട്ടു. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എപ്പോഴും ഈ അന്യദേശ തൊഴിലാളികൾക്ക് ഇങ്ങനത്തെ ഒരു കൊലപാതകം മറ്റും ചെയ്യുകയാണെങ്കിൽ അവരുടെ പെട്ടെന്ന് അവർ വീട്ടിലേക്ക് പോകാനുള്ളൊരു തത്രപ്പാടാണ് അവർ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക, വീടണയുക, അത് ഏത് രാജ്യത്താണെങ്കിലും പോകാമെന്നുള്ളതാണ്. അത് ഈ രവി നായക്ക് അവിടെ ശകലം അലംഭാവം കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം രവി നായക്ക് അപ്പം തന്നെ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഏറ്റുമാരും തന്നെ പോയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. അവൻ പോയി അവൻ്റെ ആ കണക്ഷൻ ട്രെയിൻ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ബോംബെക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ രവി നായക്ക് അന്തർധാനം ചെയ്തു. രവി നായക്ക് എവിടെ നിന്ന് കിട്ടും? രവി നായക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെറും ഒരു സ്വപ്നമായിട്ട് തന്നെ മാത്രം അവശേഷിക്കും. പിടികിട്ടാ പുള്ളി, ഒരിക്കലും പിടികിട്ടാത്ത പുള്ളി. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ പാഠം ഉൾക്കൊണ്ടത് ഈ പറഞ്ഞ ഇങ്ങനത്തെ അന്യദേശ തൊഴിലാളികൾ വരുവാണെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കോൺട്രാക്റ്റേഴ്സും എംപ്ലോയറൊക്കെ കൈവശം വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകേണ്ട എന്നേക്കുമായിട്ട് ഇവൻ അപ്രത്യക്ഷനാണ് കഴിയുന്നത്. ഇവന് ഒരിക്കലും കിട്ടില്ല. ഇവൻ്റെ കേസിൽ ഇവനെ ആർക്കും അറിയില്ല, ഒന്നുമില്ല. ഈ പേര് തന്നെ കൃത്യമാണോ എന്ന് പോലും നമുക്കറിയില്ല. പേരൊക്കെ ശരിയായിരുന്നു, കൃത്യമായിരുന്നു. ഏതായാലും രവി നായിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അയാൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു, അയാൾക്ക് ജീവപര്യന്തം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ രവി നായിക് എന്ന വ്യക്തി ഇങ്ങനെ ഒരു അതിസാഹസം ഗുരുവായൂരിന്ന് പോകാനായിട്ട് തുനിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, പോലീസ് കറക്റ്റായിട്ട് എനിക്കത് ആ കോർഡിനേറ്റ് ചെയ്ത സൈബർ സെല്ലും ഈ 4 ഇൻവെസ്റ്റിഗേഷൻ ടീമും സ്തുത്യർഹമായ സേവനമാണ് ചെയ്തത്. കാര്യം ഏത് കേസുണ്ടായാലും ഇങ്ങനെ ചെയ്യണം. അത് നമുക്ക് സമയം 1 മിനിറ്റ് പോലും നമുക്ക് പാഴായിട്ട് ചിലവാക്കാമല്ലോ. ടൈം ഈസ് പ്രഷ്യസ്. അങ്ങനെ ചിലവാക്കി ഒരുമിച്ച് നീങ്ങിയത് കൊണ്ട് നമുക്ക് ആ സമയത്ത് അവിടെ ചെല്ലാനും ഗുരുവായൂർ തന്നെ ചെല്ലാനും ഇവനെ അറസ്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. രവി നായിക്കിനെ അറസ്റ്റ് ചെയ്ത ശേഷം കഠിനമായിട്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ ചോദ്യം ചെയ്യുകയുണ്ടായി. കാര്യം ഇയാൾ നേരത്തെ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ? അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളെ കൊലപാതകം നടത്തുന്ന ഒരുത്തൻ അത്ര ചില്ലറക്കാരനല്ല. നമുക്ക് ദേഷ്യം വന്ന് ഒരാളെ തല്ലുന്ന പോലല്ല. കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അപ്പം അയാൾ ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, കത്തി ഉപയോഗിച്ചു കഴുത്തിലിട്ട് കുത്തി സ്ട്രാങ്കുലേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കത്തി കിട്ടണം. കത്തി അയാൾ പറഞ്ഞതനുസരിച്ച് തന്നെ നമുക്ക് കിട്ടി. അയാൾ ആ കൊല നടന്ന സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് അയാൾ ഒളിച്ചിട്ടിരിക്കുകയായിരുന്നു. അടുക്കളയുടെ ഒരു ഭാഗത്ത് വെളിയിൽ ഇങ്ങനെ ഒളിച്ച് വെച്ചിരിക്കുകയായിരുന്നു അയാൾ. ആ കത്തി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ നായിക്കിന് ചന്ദ്രമണി ദുർഗ സുഹൃത്താണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ സുഹൃത്തല്ലായിരുന്നു. കഠിനമായ ദേഷ്യമുണ്ടായിരുന്നു അയാളോട്, പകയുണ്ടായിരുന്നു. കാര്യം സ്ഥിരമായിട്ട് നായിക്കിൻ്റെ ഭാര്യയെ ഫോൺ വിളിക്കുകയും ഒക്കെ ഫ്ലേർട്ട് ചെയ്യുന്നതൊക്കെ ഇയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ് പലപ്പോഴും വഴക്കുണ്ടാക്കുക അതിനുള്ള പക്ഷേ ഇയാൾ ഭയങ്കര അരോഗ ദൃഢഗാത്രനാണ് ഈ ചന്ദ്രമണി ദുർഗ. നായിക്കാണെങ്കിൽ ചെറിയ ഒരു കൃഷഗാത്രൻ. നായിക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ പല ദിവസങ്ങളിൽ ഇവർ മദ്യപിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ തോന്നിയിരുന്നെങ്കിലും ഇത് നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. അല്ല ഒരു ദിവസം അന്ന് പെട്ടെന്നുള്ളൊരു ക്ഷോഭമുണ്ടായിട്ട് ഉണ്ടായ ഒരു കൊലപാതകമല്ലത്. പല പ്രാവശ്യം അയാൾ ഇതുപോലെ ഇരുന്നപ്പോൾ അയാളിങ്ങനെ ആസൂത്രണം ചെയ്തെങ്കിൽ അതൊന്നും ഫലവത്തായില്ല. കാര്യം നേരിട്ട് ഒരിക്കലും അയാൾക്ക് ഒരു ചതിയിൽ കൂടെ മാത്രമേ അയാൾ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് രാത്രിയിൽ ശനിയാഴ്ച രാത്രിയിൽ ഇയാൾ അവിടുന്ന് ജവാൻ എന്ന് പറഞ്ഞ 2 റം അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന് അത് 3/4 കുപ്പിയോളം ഇയാളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചെന്ന് പറഞ്ഞു. കാര്യം അതുപോലെ അയാളെ അബോധാവസ്ഥയിലാക്കിയിട്ട ശേഷമാണ് ഇയാളെ കുത്തുകയും അതുപോലെ തന്നെ സ്ട്രാങ്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പർപ്പസ് ഉണ്ടായിരുന്നു. അയാളെ ശിക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിലപ്പം ഇനിയും നമുക്ക് അയാളെപ്പറ്റി കൂടുതൽ കുറച്ചും കൂടെ ഈ ആൻറ്റിസിഡൻസ് ഇയാളുടെ കാര്യങ്ങൾ ഏതായാലും ഇയാളെ ഒഡീഷയിൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇയാളുടെ എന്തെങ്കിലും പ്രീവിയസ് കൺവിക്ഷനോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി അറിയണമെന്ന് പറഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ വന്നതിനെ ഇല്ലെന്നാണ് അനുമാനം. അതുപോലെ ഇയാളുടെ നമ്മുടെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും പ്രീവിയസ് ഇനി നമുക്ക് രജിസ്റ്ററിലായല്ലോ അയാൾ. പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പം അയാൾ ട്രാൻസ്പെറൻറ്റ് അയാളുടെ ഒരു പബ്ലിക് ഡൊമൈനിൽ വന്നു ഈ രവി നായിക്ക്.
ഇതുപോലെ എത്രയോ രവി നായിക്ക് അപ്രത്യക്ഷമായിട്ട് ഇരിപ്പുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് അപ്രത്യക്ഷരാകുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു വീട്ടിലൊരു മധ്യവയസ്ക, അവരുടെ വീട്ടിലൊരു തമിഴൻ ജോലി തേടി ചെല്ലുന്നു. പാവം പിടിച്ചൊരുത്തൻ. അവർക്ക് ഒരു ആഹാരം കൊടുക്കുന്നു, അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് നാട്ടിലെയും വീട്ടിലെയും കണ്ണിലുണ്ണിയായിട്ട് മാറുന്നു. വളരെ അനുസരണശീലൻ. 4-ാം ദിവസം ഇവരുടെ അവിടെ ഇരുന്ന ഒരു അമ്മിക്കല്ല് വെച്ച് തലക്കിട്ടിച്ച് ഇവരെ കൊന്നിച്ച് ഇവൻ അപ്രത്യക്ഷനായി. ഇത് സംഭവം നടന്നിട്ട് 10 വർഷമായി കാണും. ഇന്നേ വരെ അവനെപ്പറ്റി യാതൊരു വിവരവും കിട്ടില്ല. അവൻ്റെ പേരറിയില്ല, അവൻ്റെ ഫോട്ടോ ഇല്ല, അവൻ്റെ നാടെവിടെയാണെന്നറിയില്ല, അവനെപ്പറ്റി ഒന്നും അറിയില്ല. വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ എന്ന് പറഞ്ഞവൻ പോയി. ഈ രവി നായിക്കും അതുപോലെ തന്നെ പോയന്. രവി നായിക്ക് അതുപോലെ തന്നെ പോവും. അപ്പോൾ അങ്ങനത്തെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഈ സംസ്ഥാന തൊഴിലാളികൾ, നമ്മളിന്ന് പറയുന്ന അതിഥി തൊഴിലാളികളുടെ ലിസ്റ്റ്, വളരെ ഫുൾ ഫ്ലെഡ്ജ് കോംപ്രഹെൻസീവ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ച് അത് പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങിയത്. ചങ്ങനാശ്ശേരി. അവിടെ 10,000-ഓളം പേര് അന്യദേശ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളൊരു റെക്കോർഡായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടുന്ന് കോട്ടയം SP ജില്ലാ പോലീസ് മേധാവി ആയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മന്ദീഭവിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ റിവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. 1986 ഒക്ടോബർ മാസത്തിൽ ഞാൻ പൊൻകുന്നം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു. ഒക്ടോബർ 29-ാം തീയതി ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ഈ പൊൻകുന്നം സ്റ്റേഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാറി എലിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു മഞ്ചക്കുഴി ഭാഗത്ത് എലിക്കുളത്തിൻ്റെ കുറച്ചുകൂടെ മാറി ചെറിയൊരു ഭാഗമാണ് മഞ്ചക്കുഴി എന്ന് പറഞ്ഞ്. അവിടെ ഒരു ഉത്തമൻ എന്ന് പറഞ്ഞ ഒരാളുടെ റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിനകത്തൊരു പൊട്ടക്കിണറുണ്ട്. അതിനകത്തൊരു പ്ലാസ്റ്റിക് ഒരു ബാഗിൻ്റെ അകത്ത് മനുഷ്യൻ്റെ ശരീരം പോലെ, ശവശരീരം പോലെ എന്തോ കിടക്കുന്നുണ്ടെന്നുള്ള വാർത്തയാണ്.